ഞാൻ പറഞ്ഞല്ലോ, LDF-ന് സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത സാഹചര്യമാണ് നിലമ്പൂരിലുള്ളത്. അത് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം. അവർക്കൊരു മത്സരിക്കാതിരിക്കുന്നത് ശരിയല്ല. കാരണം 2 തവണ LDF നിയമസഭാ സാമാജികനാണ് ഉണ്ടായിരുന്നു. അപ്പോൾ മത്സരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു യഥാർത്ഥമുള്ള സ്ഥാനാർത്ഥിയെ പോലും അവർക്ക് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരിൽ CPM എത്രമാത്രം പുറകിലാണ് എന്നുള്ളതിൻ്റെ തെളിവാണത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരല്പം കൂടി ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ആരവത്തിലേക്ക് നിലമ്പൂർ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ AP അനിൽകുമാർ തന്നെ നമ്മളൊപ്പം ചേരുകയാണ്. ഇപ്പം കുറച്ചും കൂടെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രവർത്തനങ്ങളൊക്കെ UDF-കാർ ഒരു പക്ഷേ ഒരു പടി കൂടി കടന്ന് പരസ്യ പ്രചരണങ്ങളിലേക്ക് വരെ എത്തി. തീർച്ചയായിട്ടും UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന അതേ ആവേശം, കാരണം ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മത്സരിക്കുമ്പോഴുണ്ടായിരുന്ന ഒരു ആവേശമുണ്ട്. അതേ ഒരു ആവേശം തുടക്കത്തിൽ തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് UDF-ന്റെ പഞ്ചായത്ത് തലത്തിലുള്ള നേതൃതലത്തിലുള്ള മുഴുവൻ കൺവെൻഷനും ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. അത് 2ാം റൗണ്ടാണ്. അതോടൊപ്പം തന്നെ മറ്റ് പ്രാരംഭ പ്രവർത്തനങ്ങൾ, പ്രചരണ പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചന്തക്കുന്നിലെ UDF പ്രവർത്തകർ, മുസ്ലിം ലീഗ് പ്രവർത്തകരൊക്കെ ചോരയത്തുകളൊക്കെ തുടങ്ങിയിരുന്നു. ചിഹ്നം വരച്ചിട്ടുണ്ട്, പക്ഷേ സ്ഥാനാർത്ഥിയുടെ പേരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ നിലവിലെ? സ്വാഭാവികമായിട്ടും നമ്മൾ എക്കാലത്തും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുള്ളത്. അപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ, നേരത്തെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. 2 പേരുകളാണ് ഉയർന്ന് കേൾക്കുന്നത്. എന്തെല്ലാം പരിഗണിച്ചാണ് നമ്മൾ സ്ഥാനാർത്ഥിയെ, ഏതെല്ലാം ഘടകങ്ങൾ പരിഗണിച്ചാണ്? ഞാൻ പറഞ്ഞല്ലോ, അത്തരം കാര്യങ്ങളിൽ KPCC തലത്തിലുള്ള ഒരു ചർച്ച, നേതൃതലത്തിലുള്ള ചർച്ച നടക്കും. അത് നടന്നതിന് ശേഷം അവർ തീരുമാനിക്കുന്ന 1 2 പേരുകൾ അല്ലെങ്കിൽ അത് കൂടുതലുണ്ടെങ്കിൽ അത് ഡൽഹിയിലേക്ക് അയക്കും. ഡൽഹിയിൽ ഒരു പേരാണെങ്കിൽ ഡൽഹി അന്നേരം തന്നെ അനൗൺസ് ചെയ്യും. അതല്ല എങ്കിൽ ഡൽഹി നേതൃത്വം, കേരളത്തിലെ നേതൃത്വവുമായിട്ട് വീണ്ടും ആലോചിച്ച് ഒരൊറ്റ പേരിലേക്ക് വന്ന് അനൗൺസ് ചെയ്യും. അതിനൊന്നും സമയമെടുക്കില്ല. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യും. ഒരു കാരണവശാലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതിന് മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ല. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ അതിനുള്ള നടപടി ഉണ്ടാവും. ഒരു പൊതുസമുദായ സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും. അല്ല, UDF-നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥി തന്നെയായിരിക്കും വരിക. ഈ PV അൻവർ ഇപ്പം UDF-നൊപ്പം സജീവമായി രംഗത്തുണ്ട്. മുന്നണി പ്രവേശനത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ? മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അത് സ്വാഭാവികമായും മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ UDF സംസ്ഥാനതല നേതാക്കളാണ് തീരുമാനിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. നിലമ്പൂരിൽ UDF-നൊപ്പം അൻവറും സജീവമായി തന്നെ രംഗത്തുണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, UDF-ൽ അദ്ദേഹത്തിന് ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഉൾക്കൊള്ളണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം വളരെ സജീവമായി തന്നെ CPM-നെതിരെയുള്ള ഈ ഒരു വലിയ പോരാട്ടത്തിൽ UDF-നെ പിന്തുണച്ചുകൊണ്ടുണ്ട് എന്നുള്ളത് തന്നെ ബോധ്യമാണ്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിയിൽ അദ്ദേഹം പങ്കെടുത്തു. മറ്റു കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ട്. പക്ഷേ അദ്ദേഹം ഉൾക്കൊള്ളുന്ന പാർട്ടിയെ ഈ UDF-ൽ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സ്വാഭാവികമായ സംസ്ഥാന നേതൃത്വമാണ്. ആ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കും. ഈ ഭരണത്തിന്റെ ഒരു പ്രതിഫലനമായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് TP രാമകൃഷ്ണൻ, LDF കൺവീനർ, കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായത്. അത് ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. 2 തവണ 2016-ലും 2021-ലും LDF വിജയിച്ച ഒരു സീറ്റിൽ അവർക്ക് ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാണ് എന്ന് പറയാനുള്ള ധൈര്യമില്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഇത് ഗവൺമെന്റിന്റെ വിലയിരുത്തലല്ല, 100% ഇത് ഗവൺമെന്റിന്റെ വിലയിരുത്തലാണ്. മാത്രവുമല്ല, നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും. ആ ഭൂരിപക്ഷം ലഭിക്കാനുള്ള ഒരു കാരണം ജനവികാരം അത് ഗവൺമെന്റിന് എതിരെ ശക്തമാണ് എന്നുള്ളതാണ്. എല്ലാ വിഭാഗം ജനങ്ങളും, CPM പ്രവർത്തകർ ഉൾപ്പെടെ UDF-ന് വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക. CPM LDF, അതായത് CPM ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വന്നിട്ടില്ല. UDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് ശേഷമായിരിക്കും ഉണ്ടാകുന്ന അറിയുന്നത്. അസംതൃപ്തരെ പരിഗണിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അതിനകത്തുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, LDF-ന് സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത സാഹചര്യമാണ് നിലമ്പൂരിലുള്ളത്. അത് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം. അവർക്കൊരു മത്സരിക്കാതിരിക്കുന്നത് ശരിയല്ല. കാരണം 2 തവണ LDF നിയമസഭാ സാമാജികനാണ് ഉണ്ടായിരുന്നു. അപ്പോൾ മത്സരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു യഥാർത്ഥമുള്ള സ്ഥാനാർത്ഥിയെ പോലും അവർക്ക് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരിൽ CPM എത്രമാത്രം പുറകിലാണ് എന്നുള്ളതിൻ്റെ തെളിവാണത്. ഏതായാലും UDF-ൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ അവർക്ക് ആരെങ്കിലും ലഭിക്കുമെന്നുള്ള ആശയമൊന്നും അവർക്ക് വേണ്ട. UDF ഒറ്റക്കെട്ടായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അതിനെ നേരിടാനുള്ള എല്ലാവിധ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകം തന്നെ നമ്മളൊരു മുൻകാലത്ത് ഇല്ലാത്ത രീതിയിലുള്ള തയ്യാറെടുപ്പ് നടത്തിക്കഴിഞ്ഞു. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ്. ബാക്കിയെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും. തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നിലമ്പൂരിൽ UDF തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കുമെന്ന് AP അനിൽകുമാർ പറയുകയാണ്.
ജിഷ്ണു മിനങ്ങാടിക്കൊപ്പം ജംഷീർ കുടിഞ്ഞ്, മീഡിയ 1 മലപ്പുറം.